2004 ലോക്സഭാ തിരഞ്ഞെടുപ്പ് നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്. അധികാരത്തിലുണ്ടായിരുന്ന AB വാജ്പേയിയുടെ ഗവൺമെൻറ് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. പക്ഷെ പരാജയപ്പെട്ട BJP പിൻവാതിലിലൂടെ അധികാരത്തിൽ വരാൻ ശ്രമിച്ചപ്പോഴാണ് രാജ്യത്ത് കോൺഗ്രസ്സിന് അതൊറ്റയ്ക്ക് കഴിയുകയുമില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇടതു പാർട്ടികൾ, അന്ന് കാര്യമായ സ്വാധീനം ഇടതു പാർട്ടികൾക്കുണ്ടായിരുന്നു, 61 MPമാരുള്ള ആ സാഹചര്യത്തിലാണ് UPA എന്ന് പറയുന്നൊരു മുന്നണി രൂപീകരിക്കണമെന്നും അതിന് പുറമേ നിന്ന് പിന്തുണയ്ക്കാമെന്ന് ഇടതുപക്ഷം അഭിപ്രായപ്പെടുന്നത്. സത്യത്തിൽ അത്തരമൊരു തീരുമാനമെടുക്കുന്നതിൻ്റെ ചാലക ശക്തി പ്രധാനമായും സഖാവ് സീതാറാം യെച്ചൂരിയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഓഫ് കോഴ്സ് സഖാവ് സുർജിത്ത് അവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹമാണ് അതിന് നേതൃത്വം നൽകിയത്. എങ്കിലും കോൺഗ്രസുമായും അതുപോലെ തന്നെ മറ്റ് പാർട്ടികളുമായുമൊക്കെ ഈ ആശയവിനിമയം വളരെ ഫലപ്രദമായി നടത്തുവാൻ കഴിയുന്ന ഒരു നേതാവിനെ ഞാൻ കാണുന്നത് സഖാവ് സീതാറാം യെച്ചൂരിയിലാണ്. അപ്പോൾ അതിനുശേഷം അങ്ങനെ ഒരു മുന്നണി ഉണ്ടാകുന്നു, അതിന് പുറമേ നിന്ന് പിന്തുണയ്ക്കുന്നു. അതിൻ്റെ കാരണമായി പിന്തുണയ്ക്കുന്നതിനുള്ള ക്രൈറ്റീരിയ, മാനദണ്ഡം എന്ന നിലയിൽ ഒരു പൊതു മിനിമം പരിപാടി ഉണ്ടാക്കുന്നു. ആ പൊതു മിനിമം പരിപാടി രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഞാൻ ആ സമയത്ത് സഖാവ് സീതാറാം യെച്ചൂരി വളരെ സൂക്ഷ്മമായി പഠിക്കുകയായിരുന്നു. അതായത് ഇടതു വർഗ ബഹുജന സംഘടനകൾ, തൊഴിലാളി, കർഷക, വിദ്യാർത്ഥി, മഹിളാ സംഘടനകളൊക്കെ തന്നെ കാലാകാലങ്ങളായി ഉയർത്തിക്കൊണ്ടു വന്നിട്ടുള്ള വിഷയങ്ങളെ തങ്ങൾക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ഗവൺമെൻറ്റിനെ കൊണ്ട് എങ്ങനെ സാധിപ്പിച്ചെടുക്കാം, അതിനെങ്ങനെയാണ് നയപരമായ ഇടപെടൽ നടത്താൻ കഴിയുക എന്ന് വളരെ വ്യക്തമായി അദ്ദേഹം ആ പൊതു മിനിമം പരിപാടിയിൽ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അദ്ദേഹം ചില ശബ്ദങ്ങളിലൂടെ രേഖപ്പെടുത്തുകയും ചെയ്തു. അതിൻ്റെ ഫലമായി വളരെ സുപ്രധാനമായ നിയമനിർമ്മാണം ഈ രാജ്യത്തുണ്ടായിട്ടുണ്ട്. സഖാവ് സീതാറാം യെച്ചൂരിയെ ഓർക്കുന്നത് അതിൻ്റെയൊക്കെ പേരിലായിരിക്കും. ഒന്ന്, റൈറ്റ് ടു ഇൻഫർമേഷൻ, വിവരാവകാശ നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം, വനവാസികൾക്കും ആദിവാസികൾക്കും ഭൂമിയിൽ അവകാശം നൽകുന്ന നിയമം, ഫുഡ് സെക്യൂരിറ്റി, ഭക്ഷ്യസുരക്ഷാ നിയമം, തൊഴിലുറപ്പ് നിയമം, ഇതൊക്കെ ആ സന്ദർഭത്തിൽ നടക്കുന്ന നിയമനിർമ്മാണങ്ങളാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്ന ഒരു ആശയവുമായി അന്നത്തെ ധനകാര്യമന്ത്രി ശ്രീ P. ചിദംബരത്തെ കാണാൻ ഇടതു നേതാക്കന്മാരായ ഞങ്ങളൊക്കെ പോകുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. ചിദംബരം, 50,000 കോടി രൂപയുടെ ആവശ്യമുണ്ട്, നിങ്ങളിത് എവിടെ നിന്നാണ് ഇത്രയും രൂപ ഞാൻ കണ്ടെത്തണമെന്നാണ് നിങ്ങൾ പറയുന്നത്? അന്ന് ഒരു മറുപടിയും പറയാതെ തിരികെ വന്ന ഇടതു പാർട്ടികളുടെ യോഗത്തിൽ സഖാവ് സീതാറാം യെച്ചൂരി എങ്ങനെയാണ് റിസോഴ്സ് മൊബിലൈസേഷൻ, റവന്യൂ മൊബിലൈസേഷൻ ഉണ്ടാകേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വിശദമായി ചർച്ച നടത്തി എന്നുള്ളത് അദ്ദേഹം കാര്യകാരണ സഹിതം വിശദീകരിച്ചു. എന്നിട്ട് ഇടതു പാർട്ടികൾ UPA ഗവൺമെൻറ്റിന് ഒരു കത്ത് നൽകി, എങ്ങനെയാണ് റവന്യൂ മൊബിലൈസേഷൻ നടത്തേണ്ടത് എന്നുള്ളത്. സത്യത്തിൽ ഇത്രയും പ്രായോഗിക പരിജ്ഞാനമുള്ളൊരു നേതാവ്, അതുപോലെ തന്നെ കലുഷിതമായ ദേശീയ രാഷ്ട്രീയ സന്ദർഭങ്ങളിൽ സകാരാത്മകമായി ഇടപെട്ടുകൊണ്ട് അതിന് പരിഹാരം കണ്ടെത്തുവാൻ കഴിയുന്ന അദ്ദേഹത്തിൻ്റെ അനാദൃശ്യമായ കഴിവ്, അത് ഇന്നൊരു പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെയധികം ആളുകൾക്കില്ല, ഒരുപക്ഷെ ഇല്ല എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗ ചാതുര്യം, അതൊന്നും എടുത്തു പറയേണ്ട കാര്യങ്ങളല്ല. പ്രസംഗ ചാതുര്യം, ഒരു ഇടതു നേതാവിനു ചേർന്ന ശരീരഭാഷ, അത് ഞാൻ അടിവരയിട്ട് പറയുകയാണ്. ഞാൻ അദ്ദേഹത്തെ അടുത്ത് നിന്ന് കണ്ടൊരാളെന്ന നിലയിൽ പറയാം. ഒരു ഇടതു നേതാവിന് ചേർന്ന ശരീരഭാഷ, സാർവദേശീയ രാഷ്ട്രീയത്തിലുള്ള അദ്ദേഹത്തിൻ്റെ അഗാധമായ പാണ്ഡിത്യം, അതിന് ആ വിഷയങ്ങളെ സമീപിക്കുന്ന അദ്ദേഹത്തിൻ്റെ രീതി, അതൊക്കെ തന്നെ പുതിയ തലമുറയ്ക്ക് ഒരു വലിയ പാഠപുസ്തകമാണ്, ഒരു സംശയവും വേണ്ട. മാത്രവുമല്ല, നമ്മുടെ അയൽപ്പക്ക ബന്ധങ്ങളിൽ, അയൽപ്പക്ക രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളിൽ സഖാവ് സീതാറാം യെച്ചൂരിക്ക് ഉണ്ടായിരുന്ന ഒരു സൗഹൃദം, ഇപ്പം നേപ്പാളിലെ വിഷയം തന്നെ എടുക്കുക, ചൈനയുമായിട്ടുള്ള നമ്മുടെ ബന്ധം, ബംഗ്ലാദേശുമായിട്ടുള്ള ബന്ധം, ശ്രീലങ്കയുമായിട്ടുള്ള ബന്ധം, അങ്ങനെ നമ്മുടെ അയൽപ്പക്ക രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ തന്നെ നമുക്ക് എണ്ണി പറയാവുന്ന ധാരാളം സവിശേഷതകൾ അദ്ദേഹത്തെ സംബന്ധിച്ചു.